ടിബറ്റിനെ വിറപ്പിച്ച് വൻ ഭൂകമ്പം. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ചൊവ്വാഴ്ച രാവിലെ 6:30യോടെയാണ് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ആറോളം ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. അതിലേറ്റവും തീവ്രത കൂടിയത് റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ്. ചൊവ്വാഴ്ച രാവിലെ 1 മണിക്കൂറോളം തുടർച്ചയായി ഭൂചലനമുണ്ടായി. ഭൂകമ്പത്തിൽ 30-നു മുകളിൽ ആളുകൾ മരിച്ചതായാണ് പ്രാഥമിക വിവരം. നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലെ ഡൽഹി, NCR, ബീഹാർ, ഉത്തരേന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അനുഭവപ്പെട്ടു. ബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഭൂകമ്പത്തിൽ 36 പേർ ടിബറ്റൻ മേഖലയിൽ മരിച്ചതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 32 മരണങ്ങൾ സ്ഥിരീകരിച്ചതായും 38 പേർക്ക് പരിക്കേറ്റതായും ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രത്തിൽ വൻ നാശനഷ്ടം ഉണ്ടായതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. ദിൻഗ്രി മേഖലയിൽ ശക്തമായ ചലനമാണ് അനുഭവപ്പെട്ടത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതായി ചൈനീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ കണക്കനുസരിച്ച് നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള സിസാങ്ങിൽ രാവിലെ 6:35-ന് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായി. ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാത്സയിൽ റിക്ടർ സ്കെയിലിൽ 6.8 രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടതായി ചൈനീസ് അധികൃതർ അറിയിച്ചു. 4.7, 4.9 തീവ്രതയുള്ള 2 തുടർചലനങ്ങളും സിസാങ്ങിൽ അനുഭവപ്പെട്ടു.